ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റാൻഡം പ്രോസസ്. നമ്മൾ ഫിസിക്കൽ ഫിനോമിനാസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്യും. ദ ടു ക്ലാസസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ് ആർ ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് സ്റ്റൊക്കാസ്റ്റിക്. എ മോഡൽ ഈസ് സെറ്റ് ടു ബി ഡിറ്റർമിനിസ്റ്റിക് if there is no uncertainty about its time dependent behavior at any instant of time. ഒരു അൺസർട്ടനിറ്റി ഇല്ലാത്ത കേസിൽ അല്ലെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം എന്താണ് വരുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസിലാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് മോഡൽസ് യൂസ് ചെയ്യുന്നത്. ദെൻ മെനി റിയൽ വേൾഡ് പ്രോബ്ലംസ് ഓർ ഫിസിക്കൽ ഫിനോമിനാസ് ഇൻവോൾവ്സ് ടു മെനി അൺനോൺ ഫാക്ടേഴ്സ് ആൻഡ് ദേ ആർ റാൻഡം ഇൻ നേച്ചർ. And in such case, we consider models described in probabilistic terms, and the model is said to be stochastic or random. നമ്മൾ ഫിസിക്കൽ ഫിനോമിനാസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ആ കേസിൽ നമുക്ക് നെക്സ്റ്റ് ഔട്ട്കം എന്താണ് വരുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അങ്ങനെ അൺസർട്ടനിറ്റി ഉള്ള കേസുകളിൽ നമ്മൾ പ്രോബബിലിറ്റി ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ് അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രോബബിലിറ്റി ടെക്നിക്ക് യൂസ് ചെയ്യുന്ന മോഡൽസിനെയാണ് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് മോഡൽസ് അല്ലെങ്കിൽ റാൻഡം മോഡൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു റാൻഡം പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് കംസ് അണ്ടർ ദിസ് സെക്ഷൻ. ഓക്കെ, അതായത് ഒരു റാൻഡം പ്രോസസ്സിൻ്റെ ഔട്ട്കം എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ റാൻഡം പ്രോസസ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡെഫിനീഷൻ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കും. ഇപ്പോൾ നമുക്ക് ഈ റാൻഡം പ്രോസസ്സ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കേസിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ട്രാൻസ്മിഷൻ വരുന്നത് ആക്ച്വലി ഒരു റാൻഡം പ്രോസസ്സാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫ്രം ദ റിസീവർ പോയിന്റ് ഓഫ് വ്യൂ all the information bearing signals that comes from the transmitter is random in nature, and also the noise signals that are added are also random in nature. സോ ഒരു റിസീവർ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒരു റാൻഡം നേച്ചറിലാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു റാൻഡം പ്രോസസ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ കേസിൽ ഈ ഒരു ട്രാൻസ്മിഷനെ അനലൈസ് ചെയ്യണമെങ്കിൽ റാൻഡം പ്രോസസ്സിന്റെ അനാലിസിസ് നമ്മൾ പഠിച്ചിരിക്കണം. ആ റാൻഡം പ്രോസസ്സിനെ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യാം, എങ്ങനെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോസസ്സിനെ അനലൈസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് പഠിക്കും. ഈ ഒരു റാൻഡം പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഔട്ട്കം എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ആവറേജ് വാല്യൂസും അതുപോലെ തന്നെ ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയൊക്കെ യൂസ് ചെയ്തിട്ട് ഈ പ്രോസസ്സിനെ അനലൈസ് ചെയ്യും. അതായത് നമ്മൾ ഔട്ട്കം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത റാൻഡം എക്സ്പെരിമെന്റിന്റെ കേസിൽ പ്രോബബിലിറ്റി ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ അനലൈസ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു റാൻഡം പ്രോസസ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനേഷൻ എന്താണ്, അതിനെ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ ദി മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ ഓഫ് എ റാൻഡം പ്രോസസ്. വെൻ വി കൺസിഡർ ദി റാൻഡം പ്രോസസ് ഇറ്റ് ഹാസ് ടു പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, they are functions of time. And second one, they are random in the sense that before conducting an experiment, it is not possible to exactly define the waveforms that will be observed in the future. Okay, അതായത് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് നമ്മൾ ഒരു റാൻഡം പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അതായത് ഈ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു നമ്പർ അല്ല, 1 2 3 എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നമ്പർ അല്ല വരുന്നത്. അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു വേവ് ഫോം ആണ് റാൻഡം പ്രോസസ്സിൻ്റെ ഔട്ട്കം വരുന്നത്. സോ ആ ഔട്ട്കം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു സിംഗിൾ ഔട്ട്കം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. ആ ഒരു സിംഗിൾ ഔട്ട്കമ്മിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ടൈം ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അവിടെ റാൻഡം നേച്ചർ വരുന്നത് എങ്ങനെയാണ്, നമ്മൾ ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നെക്സ്റ്റ് ഏത് ഔട്ട്കം ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഐഡിയാസ് ക്ലിയർ ആകാനായിട്ട് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്തിരുന്നു. അതായത് ഒരു സൈൻ വേവ് അല്ലെങ്കിൽ കോസ് വേവ് അല്ലെങ്കിൽ ഒരു ടാൻ വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് വരുന്ന ഔട്ട്കംസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു സൈൻ വേവ് ആണ്, അല്ലെങ്കിൽ ഒരു കോസ് വേവ് ആണ്, അല്ലെങ്കിൽ ഒരു ടാൻ വേവ് ആണ്. ഈ 3 ഔട്ട്കംസിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്നത്. സോ നമ്മുടെ സാമ്പിൾ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് ഈ 3 കേസുകളാണ്, സൈൻ, കോസ് ആൻഡ് ടാൻ.
സോ ആ ഓരോ ഔട്ട്കമും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. സൈൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. അതിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ടൈം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കോസ് അല്ലെങ്കിൽ ടാൻ എന്ന് പറയുന്നതും ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. അതിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ടൈം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഒരു റാൻഡം പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു വേവ് ഫോം ആണ് ഇവിടെ ഔട്ട്കം ആയിട്ട് വരുന്നത്. ദെൻ ദേ ആർ റാൻഡം ഇൻ ദി സെൻസ് ദാറ്റ് ബിഫോർ കണ്ടക്ടിങ് ആൻ എക്സ്പെരിമെൻറ്റ്, അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എക്സാക്ട്ലി ഡിഫൈൻ ദ വേവ് ഫോംസ് ദാറ്റ് വിൽ ബി ഒബ്സർവ്ഡ് ഇൻ ദി ഫ്യൂച്ചർ. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏത് വേവ് ഫോം ആണ് നെക്സ്റ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അങ്ങനെയാണ് അവിടെ ആ ഒരു റാൻഡം നേച്ചർ വരുന്നത്. ഓക്കെ, സോ ഇതാണ് റാൻഡം പ്രോസസ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഒരു റാൻഡം പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വേവ് ഫോം ആയിരിക്കും. സോ ഓരോ ഇൻഡിവിജ്വൽ ഔട്ട്കംസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ടൈം ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവിടെ റാൻഡം നേച്ചർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നെക്സ്റ്റ് ഏത് ഔട്ട്കം ആണ് വരുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ ഇൻ ഡിസ്ക്രൈബിംഗ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു തിങ്ക് ഇൻ ടേംസ് ഓഫ് എ സാമ്പിൾ സ്പേസ്. ഈച്ച് ഔട്ട്കം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ സാമ്പിൾ പോയിന്റ്. നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഈച്ച് ഔട്ട്കമ്മിന് നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ പോയിന്റ്. ഈ സാമ്പിൾ പോയിന്റിൻ്റെ കളക്ഷൻ ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ് വരുന്നത്. എല്ലാ സാമ്പിൾ പോയിന്റും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടുന്നത്. ഓക്കെ, സോ ദി ടോട്ടാലിറ്റി ഓഫ് സാമ്പിൾ പോയിന്റ്സ് കറസ്പോണ്ടിങ് ടു ദി aggregate of all possible outcomes of the experiment is called the sample space. Then in the case of random process, each sample point of the sample space is a function of time, and the sample space or ensemble composed of functions of time is called a random or stochastic process. ഈ സാമ്പിൾ ഫങ്ഷൻസിൻ്റെ എല്ലാം കളക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ സ്പേസ് കൺസ്റ്റിറ്റ്യൂട്ട്സ് അവർ സ്റ്റൊക്കാസ്റ്റിക് ഓർ റാൻഡം പ്രോസസ്. Now consider a random experiment specified by the outcomes S1, S2, etc. to Sn. ഈ S1 to Sn ആണ് നമ്മുടെ പോസിബിൾ ഔട്ട്കംസ്. സോ ആ ഔട്ട്കംസിൻ്റെ ടോട്ടൽ കളക്ഷനാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് എസ്. സോ നമ്മുടെ സാമ്പിൾ സ്പേസ് എസ്സിൽ വന്നിരിക്കുന്ന സാമ്പിൾ പോയിന്റ്സ് ആണ് നമ്മൾ ഈ S1 to Sn ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഈ സാമ്പിൾ സ്പേസിന് ഈ ക്യാപിറ്റൽ എസ് വെച്ചിട്ടും ഈ സാമ്പിൾ പോയിന്റിനെ ഈ ഒരു എസ് വെച്ചിട്ടും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാമ്പിൾ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു വേവ് ഫോം ആണ് ഈ സാമ്പിൾ പോയിന്റ് വരുന്നത്. സോ നമ്മുടെ സാമ്പിൾ പോയിന്റ് S1 ആണ് ഈ വേവ് ഫോം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി ഔട്ട്കം ഓഫ് ദി ഫസ്റ്റ് ട്രയൽ ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. ദെൻ സാമ്പിൾ പോയിന്റ് S2 ആണ് ഈ ഒരു വേവ് ഫോം. ഇറ്റ് ഈസ് ദി ഔട്ട്കം ഓഫ് ദി സെക്കൻഡ് ട്രയൽ ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. ആൻഡ് Sn ആണ് ഈ ഒരു വേവ് ഫോം. ഇറ്റ് ഈസ് ദി ഔട്ട്കം ഓഫ് ദി nth ട്രയൽ ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. ദെൻ നമ്മൾ ഈ വേവ് ഫോംസ് ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്നത് -T2 + T എന്ന് പറയുന്ന ഒബ്സർവേഷൻ ഇൻ്റർവെല്ലിലാണ്. അതിൻ്റെ ഈ ഒരു സെൻറ്റർ പോയിന്റ് ആണ് നമ്മൾ 0 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ ഈ സാമ്പിൾ പോയിന്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ദേ ആർ ഫങ്ഷൻസ് ഓഫ് ടൈം. സോ നമുക്ക് ഇതിനെ എങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സപ്പോസ് ദാറ്റ് വി അസൈൻ ടു ഈച്ച് സാമ്പിൾ പോയിന്റ് എസ് a function of time in accordance with the rule x of t comma s in the interval -T2 + T where 2t is the total observation interval. ഓക്കെ, സോ നമ്മൾ ഈ വേവ് ഫോംസിനെ ജനറലായിട്ട് ഈ ക്യാപിറ്റൽ എക്സ് ഓഫ് ടി കോമ എസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് സാമ്പിൾ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് S1 എന്ന് പറയുന്ന ഒരു സാമ്പിൾ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ വരുന്നത് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി കോമ S1 ആയിരിക്കും. ദെൻ നമ്മുടെ സെക്കൻഡ് സാമ്പിൾ പോയിന്റ് S2 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വരുന്നത് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി കോമ S2 ആയിരിക്കും. അങ്ങനെ ഓക്കെ. Then for a fixed sample point Sj, the graph of the function x of t comma sj versus time t is called a realization or sample function of the random process. Okay, ഈ x of t comma sj എന്ന് പറയുന്നത് ഈ ഒരു jth സാമ്പിൾ പോയിന്റിന്റെ ഫംഗ്ഷൻ ആണ്. ദെൻ ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ we will get a realization or sample function of the random process. അതായത് നമ്മൾ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വേവ് ഫോം ഇതിനെയാണ് നമ്മൾ സാമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
അതായത് ഒരു റാൻഡം പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഓരോ സാമ്പിൾ പോയിന്റ്സും ഒരു ടൈം ഫംഗ്ഷൻ അല്ലെങ്കിൽ വേവ് ഫോം ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ വേവ് ഫോമിനെയാണ് നമ്മൾ സാമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ to simplify the notation, we will denote this sample function as this small xj of t. Okay, നമ്മൾ നേരത്തെ ഈ ക്യാപിറ്റൽ എക്സ് ഓഫ് ടി കോമ എസ് ജെ എന്ന് റെപ്രസെൻറ്റ് ചെയ്തതിന് പകരം സിമ്പിളായിട്ട് നമുക്ക് ഈ സ്മോൾ എക്സ് ജെ ഓഫ് ടി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സാമ്പിൾ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി കോമ എസ് വൺ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സിമ്പിളായിട്ട് എക്സ് വൺ ഓഫ് ടി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഈ സെക്കൻഡ് സാമ്പിൾ ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി കോമ എസ് ടു ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഈ സ്മോൾ എക്സ് ടു ഓഫ് ടി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സിമിലർലി നമുക്ക് ബാക്കി എല്ലാ സാമ്പിൾ പോയിന്റ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാം. nth കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എക്സ് എൻ ഓഫ് ടി. ഈ എക്സ് എൻ ഓഫ് ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി കോമ എസ് എന്നിൻ്റെ സിമ്പിളായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ ഒരു റാൻഡം പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈ എക്സ് ജെ ഓഫ് ടീസിൻ്റെ കളക്ഷനാണ് വരുന്നത്. ഓക്കെ, സോ ഫിഗർ ഇല്ലസ്ട്രേറ്റ്സ് എ സെറ്റ് ഓഫ് സാമ്പിൾ ഫംഗ്ഷൻസ് എക്സ് ജെ ഓഫ് ടി വെർ ജെ വേരീസ് ഫ്രം 1 to n. അതായത് എക്സ് വൺ ഓഫ് ടി ആണ് നമ്മുടെ ഫസ്റ്റ് സാമ്പിൾ ഫംഗ്ഷൻ, എക്സ് ടു ഓഫ് ടി ആണ് നമ്മുടെ സെക്കൻഡ് സാമ്പിൾ ഫംഗ്ഷൻ, അങ്ങനെ. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ഫിഗറിനെ ടി കെ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒബ്സർവ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ സാമ്പിൾ ഫംഗ്ഷൻസിനെ ടി കെ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒബ്സർവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സാമ്പിൾ ഫംഗ്ഷനിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എക്സ് വൺ ഓഫ് ടി കെ എന്ന് പറയുന്ന ഒരു സിംഗിൾ വാല്യൂ കിട്ടും. അതായത് നമ്മുടെ ഈ ഒരു സാമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് വൺ ഓഫ് ടി ആണ്. ഈ എക്സ് വൺ ഓഫ് ടീനെ ടി കെ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ആ വാല്യൂവിനെയാണ് നമ്മൾ എക്സ് വൺ ഓഫ് ടി കെ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതേപോലെ എക്സ് ടു ഓഫ് ടി എന്ന് പറയുന്ന നമ്മുടെ ഈ സാമ്പിൾ ഫംഗ്ഷനെ ടി കെ എന്ന് പറയുന്ന ടൈമിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. അതിനെയാണ് നമ്മൾ എക്സ് ടു ഓഫ് ടി കെ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സിമിലർലി നമ്മൾ എല്ലാ സാമ്പിൾ ഫംഗ്ഷൻസിനെയും ടി കെ ടൈമിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് n ഡിഫറൻറ്റ് വാല്യൂസ് കിട്ടും. ആ n ഡിഫറൻറ്റ് വാല്യൂസിൻ്റെ ആ ഒരു സെറ്റ്, അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ വി ഒബ്സർവ് ദീസ് സാമ്പിൾ ഫംഗ്ഷൻസ് അറ്റ് എ സ്പെസിഫിക് ടൈം ടി കെ ഇൻസൈഡ് ദി ഒബ്സർവേഷൻ ഇൻ്റർവെൽ, ദി സെറ്റ് ഓഫ് നമ്പേഴ്സ് x1 of tk, x2 of tk, etc. to xn of tk constitutes our random variable. Then ഈ റാൻഡം വേരിയബിളിനെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നമുക്കറിയാം x1 of t ആണ് എക്സ് ഓഫ് ടി കോമ എസ് വൺ. സോ നമുക്ക് എക്സ് വൺ ഓഫ് ടി കെനെ എക്സ് ഓഫ് ടി കെ കോമ എസ് വൺ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എക്സ് ടു ഓഫ് ടി കെനെ എക്സ് ഓഫ് ടി കെ കോമ എസ് ടു ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ ഈ ക്യാപിറ്റൽ എക്സ് ഓഫ് ടി കോമ എസ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ നൊട്ടേഷൻ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ സാമ്പിൾ ഫംഗ്ഷനെ വേറെ ഒരു ടൈമിൽ ഒബ്സർവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ സാമ്പിൾ ഫംഗ്ഷൻ ഒബ്സർവ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ ഇവിടെയും നമുക്ക് n നമ്പർ ഓഫ് വാല്യൂസ് കിട്ടും. ആൻഡ് ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട്സ് അനദർ സെറ്റ് ഓഫ് റാൻഡം വേരിയബിൾ. സോ ഇങ്ങനെ നമുക്ക് -t2 + t ഇടയ്ക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് അവൈലബിൾ ആണ്. ആ എല്ലാ റാൻഡം വേരിയബിൾസിനെയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് റാൻഡം പ്രോസസ്സ് കിട്ടുന്നത്. ഓക്കെ, അതായത് ഈ ഒരു വേവ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ടൈമിലും വരുന്ന ആ വാല്യൂസിനെ എല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് വേവ് ഫോം കിട്ടുന്നത്. സോ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ ഈ n സാമ്പിൾ ഫംഗ്ഷൻസിനെ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് n നമ്പേഴ്സ് കിട്ടും. അതിൻ്റെ സെറ്റാണ് ഒരു റാൻഡം വേരിയബിൾ. ദെൻ അതിനെ വേറെ ഒരു ടൈമിൽ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വേറെ n നമ്പേഴ്സ് കിട്ടും. അതിൻ്റെ സെറ്റാണ് അടുത്ത റാൻഡം വേരിയബിൾ. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു ടൈമിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് റാൻഡം വേരിയബിൾസ് കിട്ടും. ആ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് റാൻഡം വേരിയബിൾസിനെ എല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് റാൻഡം പ്രോസസ്സ് കിട്ടുന്നത്. ഓക്കെ, സോ we have an indexed ensemble of random variables x of t comma s, which is called a random process. Then to simplify the notation, suppress the s and simply use x of t to denote a random process. Okay, so നമ്മുടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് എല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു റാൻഡം പ്രോസസ്സ് കിട്ടുന്നത്. ദെൻ ഈ റാൻഡം പ്രോസസ്സിനെ നമ്മൾ സിമ്പിളായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ എക്സ് ഓഫ് ടി ആയിട്ടാണ്.
ദെൻ നമുക്ക് റാൻഡം പ്രോസസ്സിൻ്റെ ഡെഫിനീഷൻ എന്താണ് വരുന്നത് എന്നുള്ളത് നോക്കാം. എ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ഈസ് ആൻ എൻസെമ്പിൾ ഓഫ് ടൈം ഫങ്ഷൻസ് together with a probability rule that assigns a probability to any meaningful event associated with an observation of one of the sample functions of the random process. ഓക്കെ, അതായത് ഈ റാൻഡം പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എൻസെമ്പിൾ ഓഫ് ടൈം ഫങ്ഷൻസ് ആണ്. ആൻഡ് ആ ഓരോ ടൈം ഫങ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും അതിന് അതിൻ്റേതായ ഒരു പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആ ഒരു ടൈം ഫങ്ഷൻസും അതിൻ്റെ കറസ്പോണ്ടിങ് ആ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു റാൻഡം പ്രോസസ്സ് കിട്ടുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ടൈം ഫങ്ഷൻസ് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ളത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ പ്രോബബിലിറ്റി റൂൾ യൂസ് ചെയ്തിട്ടാണ് അതിനെ മെൻഷൻ ചെയ്യുന്നത്. സോ ആ ഒരു ടൈം ഫങ്ഷനും അതിൻ്റെ ആ ഒരു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി റൂളും കൂടി ചേർന്നതാണ് നമ്മുടെ റാൻഡം പ്രോസസ്സ് വരുന്നത്. ദെൻ ലെറ്റ്സ് നൗ കൺസിഡർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ റാൻഡം വേരിയബിൾ ആൻഡ് എ റാൻഡം പ്രോസസ്. ഫോർ എ റാൻഡം വേരിയബിൾ ദി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് മാപ്ഡ് ഇൻ ടു എ നമ്പർ, whereas for a random process the outcome of a random experiment is mapped into a waveform that is a function of time. സോ റാൻഡം വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമ്പേഴ്സാണ് വരുന്നത്. നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് റാൻഡം വേരിയബിൾ. അതേസമയം ഈ സാമ്പിൾ ഫംഗ്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഈ വേവ് ഫോംസിൻ്റെ കളക്ഷനാണ് നമ്മുടെ റാൻഡം പ്രോസസ്സ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റാൻഡം വെക്റ്റേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. By observing the random process for k time instants t1, t2, etc. to tk, we will get k random variables x of t1, x of t2, etc. to x of tk respectively. ഓക്കെ, അതായത് നമ്മൾ നമ്മുടെ റാൻഡം പ്രോസസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ആ n സാമ്പിൾ ഫങ്ഷൻസിനെ ഡിഫറെൻറ്റ് ടൈംസിൽ ഒബ്സർവ് ചെയ്യാണ്. T1 എന്ന് പറയുന്ന ഒരു ടൈമിൽ നമ്മൾ ആ സാമ്പിൾ ഫങ്ഷൻസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ n ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. ആ വാല്യൂസിൻ്റെ കളക്ഷനാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് ഓഫ് T1. ഓക്കെ, സോ ഈ എക്സ് ഓഫ് T1 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് n ഡിഫറെൻറ്റ് വാല്യൂസ് വരുന്നുണ്ട്. ദെൻ ആ സെയിം സാമ്പിൾ ഫംഗ്ഷൻസിനെ തന്നെ അല്ലെങ്കിൽ ആ സെയിം റാൻഡം പ്രോസസ്സിനെ തന്നെ നമ്മൾ T2 എന്ന് പറയുന്ന വേറൊരു ടൈമിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് n ഡിഫറെൻറ്റ് വാല്യൂസിൻ്റെ ഒരു സെറ്റ് കിട്ടും. അതാണ് നമ്മുടെ സെക്കൻഡ് റാൻഡം വേരിയബിൾ എക്സ് ഓഫ് T2. അങ്ങനെ നമ്മൾ T1 ടു tk ടൈംസിൽ നമ്മുടെ റാൻഡം പ്രോസസ്സിനെ ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് k റാൻഡം വേരിയബിൾസ് എക്സ് ഓഫ് T1 ടു എക്സ് ഓഫ് tk. ദെൻ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാം. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് k റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ദി ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആസ് ദിസ് ക്യാപിറ്റൽ എഫ് x of T1, x of T2, etc. to x of tk of x1, x2, etc. to xk. ആൻഡ് ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദിസ് വൺ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഓഫ് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1, എക്സ് ഓഫ് T2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2, etc. to x of tk ലെസ് ദാൻ ഓർ ഈക്വൽ ടു xk. ദെൻ നമ്മൾ ഈ ഒരു ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതുന്നതിന് പകരം വി ക്യാൻ യൂസ് സിമ്പിൾ നൊട്ടേഷൻ. We can write it as capital F of x of t of x. ഈ എക്സ് എഴുതിയിരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. ആ ഡിഫറൻസ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു ഫോമിലുള്ള നൊട്ടേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ റെപ്രസെൻറ്റ് ദിസ് വൺ സിംപ്ലി ആസ് ദിസ് വൺ. And here this random vector x of t is equal to matrix x of T1, x of T2, etc. to x of tk. So ഈ x of T1 to x of tkയുടെ ആ ഒരു കളക്ഷനെ നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു x of t വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് ദിസ് വൺ ഈസ് കോൾഡ് റാൻഡം വെക്റ്റർ. ആൻഡ് ഈ x1 ടു xkയുടെ കളക്ഷൻ, ഈ സ്മോൾ x1 ടു xkയുടെ കളക്ഷനെ നമ്മൾ ഈ ഒരു x വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ ദിസ് x ഈസ് മെട്രിക്സ് x1, x2, etc. to xk and this one is called dummy vector. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ വലിച്ചു നീട്ടി എഴുതുന്നതിന് പകരം നമുക്ക് സിമ്പിളായിട്ട് ഈ റാൻഡം വെക്ടറും ഡമ്മി വെക്ടറും യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇതിനെ ഈ ഒരു ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റാൻഡം പ്രോസസ്സിനെ എങ്ങനെ മാത്തമാറ്റിക്കലി നമുക്ക് മോഡൽ ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ ആ ഇക്വേഷൻസ് ഫോമിൽ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ആ ഇക്വേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിഫറെൻറ്റ് നൊട്ടേഷൻസും കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റേഷനറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ഡീലിംഗ് വിത്ത് റാൻഡം പ്രോസസ്സസ് എൻകൗണ്ടേർഡ് ഇൻ ദി റിയൽ വേൾഡ് വി ഓഫൺ ഫൈൻഡ് ദാറ്റ് the statistical characterization of a process is independent of the time at which the observation of the process is initiated. That is, if such a process is divided into a number of time intervals,
the various sections of the process exhibit essentially the same statistical properties. Such a process is called to be stationary. ഓക്കെ, അതായത് നമ്മൾ ഒരു സ്റ്റേഷനറി പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ഒബ്സർവേഷൻ എപ്പോഴാണ് ഇനീഷ്യേറ്റ് ചെയ്തത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഏത് ടൈമിലാണ് നമ്മൾ നമ്മുടെ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ, അതായത് ഏത് ടൈമിൽ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് സെയിം സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ ടൈപ്പ് റാൻഡം പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റേഷനറി പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേഷനറി പ്രോസസ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസിലും നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ടൈം ഇൻ്റർവെൽസിലും നമുക്ക് സെയിം സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ എ സ്റ്റേഷനറി പ്രോസസ് എറൈസ് ഫ്രം എ സ്റ്റേബിൾ ഫിസിക്കൽ ഫിനോമിന. ദെൻ നമുക്ക് ഇതിനെ മാത്തമാറ്റിക്കൽ മോഡൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. For that, consider a random process x of t that is initiated at time t equal to minus infinity. Then let x of t1, x of t2, etc. to x of tk denotes the random variables obtained by observing the random process x of t at times t1, t2, etc. to tk respectively. Then the joint distribution function of this set of random variables is capital F x of t1, x of t2, etc. to x of tk of x1, x2, etc. to xk. Then suppose next we shift all the observation times by a fixed amount tau, thereby obtaining a new set of random variables x of t1 plus tau, x of t2 plus tau, etc. to x of tk plus tau. ഓക്കെ, അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ടൈം നമ്മൾ മാറ്റി, അല്ലെങ്കിൽ ആ ഒരു ഒറിജിൻ നമ്മൾ ചേഞ്ച് ചെയ്തു. ഒരു ടോ എന്ന് പറയുന്ന ആ ഒരു ടൈം ലാഗ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും നേരത്തെ പറഞ്ഞതുപോലെ റാൻഡം വേരിയബിൾസ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഈ ഒരു കേസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദിസ് വൺ, ക്യാപിറ്റൽ എഫ് x of t1 plus tau, etc. to x of tk plus tau of x1, etc. to xk. Then the random process x of t is said to be stationary in the strict sense or strictly stationary if these two distribution functions are equal. Okay, that means strictly stationary if capital F x of t1 plus tau, x of t2 plus tau, etc. to x of tk plus tau of x1, x2, etc. to xk is equal to f x of t1, x of t2, etc. to x of tk of x1, x2, etc. to xk for all time shifts tau, all k and all possible choices of observation times t1, t2, etc. to tk. ഓക്കെ, സോ നമ്മൾ ആദ്യം t1 to tk ടൈംസിൽ നമ്മുടെ റാൻഡം പ്രോസസ്സിനെ ഒബ്സർവ് ചെയ്തിട്ട് കിട്ടിയ റാൻഡം വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ എഗെയിൻ നമ്മൾ ഒരു ടോ എന്ന് പറയുന്ന ഒരു ടൈം ലാഗ് കഴിഞ്ഞിട്ട് റാൻഡം വേരിയബിൾസ് കാൽക്കുലേറ്റ് ചെയ്തു. അതായത് നമ്മൾ നമ്മുടെ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഒറിജിൻ ഈ കേസിൽ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്തു. ഈ ടോ എന്ന് പറയുന്ന ഒരു ടൈം ഡിലേ തന്നെയാണ് എല്ലാ കേസിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടൈം ലാഗ് എല്ലാ കേസിലും ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കരുത്. അതായത് നമ്മൾ ആദ്യത്തെ കേസിൽ t1, t2, etc. to tk ടൈംസിലാണ് ആ റാൻഡം വേരിയബിൾസ് മെഷർ ചെയ്തത്. ദെൻ രണ്ടാമത്തെ കേസിൽ നമ്മൾ മെഷർ ചെയ്യേണ്ടത് t1 പ്ലസ് ടോ, ദെൻ t2 പ്ലസ് ടോ, etc. to tk പ്ലസ് ടോ ടൈംസിലാണ്. എല്ലാ കേസിലും ആ സെയിം ടോ എന്ന് പറയുന്ന ഒരു ടൈം ഡിലേ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ ഒരു ടൈം ഡിലേ ഓരോന്നിലും ഡിഫറെൻ്റ് ആകാനായിട്ട് പാടില്ല. അതായത് t1 ഒരു 5 സെക്കൻഡ് ടൈം ലാഗ് കൊടുത്തു, t2 ഒരു 10 സെക്കൻഡ് ടൈം ലാഗ് കൊടുത്തു, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് വരാനായിട്ട് പാടില്ല. 5 സെക്കൻഡ് ടൈം ലാഗാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ കേസിലും 5 സെക്കൻഡ് തന്നെ. ഇപ്പോൾ 10 സെക്കൻഡ് ടൈം ലാഗാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ കേസിലും 10 സെക്കൻഡ് തന്നെ. അതായത് നമ്മൾ ഫസ്റ്റ് കേസിൽ മെഷർ ചെയ്ത ആ ഒരു ടൈംസിനെ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് കേസിൽ മെഷർ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഒബ്സർവേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത ആ ഒരു ടൈമിലാണ് നമ്മൾ ആ ഒരു ഷിഫ്റ്റിംഗ് വരുത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒറിജിൻ മാത്രമാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. മൊത്തമായിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഓരോ ടൈമിലും ഡിഫറെൻറ്റ് ഷിഫ്റ്റിംഗ് കൊടുക്കാനായിട്ട് പാടില്ല. മൊത്തമായിട്ട് നമ്മളതിന് ഷിഫ്റ്റ് ചെയ്യണം. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ മാത്രമാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് t1 തുടങ്ങി tk വരെ എത്ര ഡ്യൂറേഷൻ ഉണ്ടോ ആ സെയിം ഡ്യൂറേഷൻ തന്നെയാണ് t1 പ്ലസ് ടോ തുടങ്ങി tk പ്ലസ് ടോ വരെ വരേണ്ടത്. ദെൻ ആ രണ്ട് കേസിലും നമുക്ക് സെയിം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറി പ്രോസസ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ ഈ കേസിലെ ടോയിന് ഏത് വാല്യൂ വേണമെങ്കിലും വരാം. അതായത് ഇപ്പോൾ ഒരു സ്റ്റേഷനറി പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിൽ ആദ്യം നമ്മൾ t1 to tk ടൈമിൽ നമ്മുടെ റാൻഡം വേരിയബിൾസ് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മുടെ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക.
ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന റാൻഡം വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ആദ്യത്തെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും സെയിം ആയിരിക്കും. ദെൻ നമ്മൾ എഗെയിൻ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒബ്സർവേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ആ ഒരു k നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഗെയിൻ നമ്മൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള വിചാരിക്കുക. ആ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത 2 പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും സെയിം ആയിരിക്കും. ഏത് കേസിൽ? നമ്മുടെ റാൻഡം പ്രോസസ്സ് സ്റ്റേഷനറി ആണെങ്കിൽ. ദെൻ ഇൻ അതർ വേർഡ്സ് എ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി initiated at time t equal to minus infinity is strictly stationary if the joint distribution function of any set of random variables obtained by observing the random process x of t is invariant with respect to the location of the origin t equal to 0. ഓക്കെ, സോ നമ്മൾ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈം ഏതായാലും അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സെയിം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റേഷനറി പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ദി ഫൈനൈറ്റ് ഡയമെൻഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇക്വേഷൻ 3 ഡിപ്പെൻഡ്സ് ഓൺ ദി റിലേറ്റീവ് ടൈം സെപ്പറേഷൻ ബിറ്റ്വീൻ റാൻഡം വേരിയബിൾസ് ബട്ട് നോട്ട് ഓൺ ദെയർ അബ്സല്യൂട്ട് ടൈം. That is, the random process has the same probabilistic behavior through all time. Okay, so ആ ഒരു റിലേറ്റീവ് ടൈം സെപ്പറേഷനെ മാത്രമേ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് T1 കഴിഞ്ഞിട്ട് എത്ര ടൈം കഴിഞ്ഞിട്ടാണോ നമ്മൾ T2 മെഷർ ചെയ്തത് ആ സെയിം ടൈം ഗ്യാപ്പ് തന്നെ ആയിരിക്കണം ഈ T1 പ്ലസ് ടോനും T2 പ്ലസ് ടോനും ഇടയ്ക്ക് വരേണ്ടത്. ഓക്കെ, അതേപോലെ T2 കഴിഞ്ഞിട്ട് എത്ര ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ T3 മെഷർ ചെയ്തത് ആ സെയിം ടൈം ഗ്യാപ്പ് തന്നെ ആയിരിക്കണം T2 പ്ലസ് ടോനും T3 പ്ലസ് ടോനും ഇടയ്ക്ക് വരേണ്ടത്. ആ ഒരു ടൈം ഗ്യാപ്പ് കറക്റ്റ് ആണെങ്കിൽ ഈ 2 കേസുകളും സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി റിലേറ്റീവ് ടൈം സെപ്പറേഷൻ ബിറ്റ്വീൻ റാൻഡം വേരിയബിൾസ് ബട്ട് നോട്ട് ഓൺ ദെയർ അബ്സല്യൂട്ട് ടൈം. ഓക്കെ, T1ന്റെയും T2ന്റെയും ഒക്കെ വാല്യൂ ഏത് വേണമെങ്കിലും വരാം. ഈ T1നും T2നും ഇടയ്ക്ക് വരുന്ന സെയിം ടൈം ഗ്യാപ്പ് തന്നെ ആയിരിക്കണം ഈ T1 പ്ലസ് ടോയിനും T2 പ്ലസ് ടോയിനും ഇടയ്ക്ക് വരേണ്ടത് എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ബാക്കി കേസുകളിലും. ഓക്കെ, ദെൻ similarly two random process x of t and y of t are jointly strictly stationary if the joint finite dimensional distributions of the two sets of random variables x of t1, x of t2, etc. to x of tk and y of t1 dash, y of t2 dash, etc. to y of tj dash are invariant with respect to the origin t equal to 0 for all k and j and all choices of observation times t1, t2, etc. to tk and t1 dash, t2 dash, etc. to tj dash. ദെൻ നമുക്ക് നമ്മുടെ ഈ ഇക്വേഷൻ 3 നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കേസുകൾ നോക്കാം. നമ്മുടെ ഈ ഇക്വേഷൻ 3 കൺസിഡർ ചെയ്യുക. അതിൽ k എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഒരു സിംഗിൾ ടൈമിൽ മാത്രമേ നമ്മുടെ റാൻഡം പ്രോസസ്സിനെ ഒബ്സർവ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. സോ ഇവിടെ നമുക്കൊരു റാൻഡം വേരിയബിൾ മാത്രമേ ഉള്ളൂ, എക്സ് ഓഫ് T1 എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ മാത്രമേ ഉള്ളൂ. സോ ജനറലായിട്ട് നമുക്കതിനെ എക്സ് ഓഫ് ടി ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഒരു സിംഗിൾ കേസ് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി എഫ് എക്സ് ഓഫ് ടി ഓഫ് എക്സ്, അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ഈ സൈഡ് നോക്കുമ്പോഴും ഇവിടെയും നമുക്ക് ഒരു സിംഗിൾ കേസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ എഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ ഓഫ് എക്സ് വരും. ദെൻ ഈ ഇക്വേഷൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് നമ്മൾ ടി എന്ന് പറയുന്ന ടൈമിൽ ഒബ്സർവ് ചെയ്തപ്പോൾ കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ഇത് ടി പ്ലസ് ടോ എന്ന് പറയുന്ന ടൈമിൽ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ആ 2 ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസും സെയിം ആണ്. ഓക്കെ, ടി എന്ന് പറയുന്ന ടൈമിൽ ഒബ്സർവ് ചെയ്താലും ടി പ്ലസ് ടോ എന്ന് പറയുന്ന ടൈമിൽ ഒബ്സർവ് ചെയ്താലും നമുക്ക് സെയിം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നത്. ദെൻ ഈ ടോയുടെ വാല്യൂ എന്ത് വേണമെങ്കിലും വരാം, -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂ വേണമെങ്കിലും ഈ ടോയ്ക്ക് വരാം. സോ നമ്മൾ ഏത് ടൈമിൽ മെഷർ ചെയ്താലും നമുക്ക് സെയിം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നെയായിരിക്കും കിട്ടുന്നത്. ടി ടൈമിൽ മെഷർ ചെയ്താലും T+1 ടൈമിൽ, T+2 ടൈമിൽ, അല്ലെങ്കിൽ T-1 ടൈമിൽ, T-2 ടൈമിൽ, അങ്ങനെ ഏത് ടൈമിൽ മെഷർ ചെയ്താലും നമുക്ക് സെയിം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് തന്നെയായിരിക്കും വരുന്നത്. അതായത് ഈ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഈ ടി ടേം ഇവിടെ അവോയ്ഡ് ചെയ്യാം. വി ക്യാൻ റൈറ്റ് ദിസ് വൺ ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ്. സോ വെൻ കെ ഈസ് ഈക്വൽ ടു 1, അതായത് ഒരു സിംഗിൾ ഒബ്സർവേഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് ഏത് ടൈമിൽ നമ്മൾ ഒബ്സർവ് ചെയ്താലും നമുക്ക് സെയിം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നെയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ എഫ് എക്സ് ടി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് ടി പ്ലസ് ടോ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് ഫോർ ഓൾ ടി ആൻഡ് ടോ. That is, the first order distribution function of a stationary random process is independent of time.
ദെൻ സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ 3ൽ k = 2 ആണെന്ന് വിചാരിക്കുക. അതായത് രണ്ട് ടൈമിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സേ t1 എന്ന് പറയുന്നൊരു ടൈമിലും t2 എന്ന് പറയുന്നൊരു ടൈമിലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ കൺസിഡർ ദാറ്റ് τ = -t1. ദെൻ നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ മാറ്റി എഴുതാം? നമ്മുടെ ഈ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഇവിടെ രണ്ട് ടൈമിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇത് f x(t1, x(t2) ഓഫ് x1, x2 വരും. സോ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ഈ സൈഡ് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ടോ കൺസിഡർ ചെയ്തിരിക്കുന്നത് -t1 ആണ്. സോ ഇവിടെ x(t1 + τ) എന്നുള്ളത് x(0) ആകും. ദെൻ സെക്കൻഡ് വൺ x(t2 + τ) എന്നുള്ളത് t2 - t1 ആകും. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി f x(0, x(t2 - t1) ഓഫ് x1, x2. സോ വെൻ k = 2 ആൻഡ് τ = -t1, this one is equal to this one for all t1 and t2. ദെൻ ഈ ഇക്വേഷൻ്റെ മീനിങ് എന്താണ്? ഈ LHS സൈഡ് നോക്കിയേ, ഇവിടെ വന്നിരിക്കുന്ന ആ റിലേറ്റീവ് ടൈം സെപ്പറേഷൻ എത്രയാണ്? t2 - t1 ആണ് അല്ലേ? ഈ RHS സൈഡിൽ വന്നിരിക്കുന്ന ആ ഒരു റിലേറ്റീവ് ടൈം സെപ്പറേഷൻ നോക്കിയേ, t2 - t1 - 0. അതായത് ഇവിടെയും t2 - t1 സെപ്പറേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ആ ടൈം സെപ്പറേഷൻ സെയിം ആണെങ്കിൽ, ആ ഒരു റിലേറ്റീവ് ടൈം ഗ്യാപ്പ് സെയിം ആണെങ്കിൽ നമുക്ക് സെയിം സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. സോ the second order distribution function of a stationary random process depends only on the time difference between the observation times and not on the particular times at which the random process is observed. ഓക്കെ, അതായത് ഈ t1ൻ്റെയും t2ൻ്റെയും വാല്യൂ എന്തായാലും നമുക്ക് പ്രശ്നമില്ല. ഈ t2 - t1 എന്ന് പറയുന്ന ഒരു ടൈം ഗ്യാപ്പാണ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു സെയിം ടൈം ഗ്യാപ്പിൽ തന്നെ നമ്മൾ അടുത്ത ഒബ്സർവേഷൻസും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് തന്നെ ആയിരിക്കും വരുന്നത്.